നമസ്കാരം. സിനിമകളിൽ മാത്രം കണ്ടു പരിചയമുള്ള നിശബ്ദമായി വന്ന് ഒരു നഗരത്തെ ഒന്നാകെ വിഴുങ്ങുന്ന അദൃശ്യമായൊരു മാരകായുധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹോളിവുഡ് ത്രില്ലറുകളെ വെല്ലുന്ന ആ ഒരു പേടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഡർട്ടി ബോംബ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഓരോ നീക്കവും ലോകത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ ഇറാനെക്കുറിച്ചുള്ള ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് അമേരിക്കയുടെ ഉറക്കം കെടുത്തുകയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി എന്താണ് ഈ ഡർട്ടി ബോംബ് എന്ന് നോക്കാം. പേര് പോലെ തന്നെ അത്ര ഡർട്ടി അല്ലെങ്കിലും അതിൻ്റെ ഫലം അതിലേറെ മാരകമാണ്. ഇതൊരു സാധാരണ ബോംബ് തന്നെയാണ്, പക്ഷേ അത്ര സാധാരണക്കാരനല്ലെന്ന് മാത്രം. ഡൈനാമിറ്റ് പോലെയുള്ള സ്ഫോടക വസ്തുക്കളിലേക്ക് ആണവ വികിരണ ശേഷിയുള്ള പൊടികളോ തരികളോ കലർത്തുന്നതാണ് ഈ ഡർട്ടി ബോംബ്. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നാം, പക്ഷേ സംഭവം ഇത്തിരി സീരിയസ് ആണ്. ഒരു സാധാരണ ബോംബ് പോലെ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനത്തിൻ്റെ ശക്തിക്കൊപ്പം ആണവ വികിരണ ശേഷിയുള്ള കണികകൾ ചുറ്റും വ്യാപിക്കും. ഒരു സാധാരണ ആണവ ബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടാക്കിയ പോലെ ഭീമാകാരമായ സ്ഫോടനവും നാശവും ഡർട്ടി ബോംബിനില്ല എന്നത് ശരി തന്നെ. പക്ഷേ അതിൻ്റെ ഡർട്ടി സൈഡ് അവിടെയാണ് വരുന്നത്. ഡർട്ടി ബോംബ് പൊട്ടിത്തെറിച്ചാൽ എത്ര പേർ മരിക്കും എന്നതിലല്ല അതിൻ്റെ മാരകശേഷി, മറിച്ച് അത് ചിതറിക്കുന്ന ആണവ മാലിന്യങ്ങളിലാണ്. ഒരു നഗരത്തിൽ ഇത് പതിച്ചാൽ ആ നഗരത്തിന്റെ പല പ്രദേശങ്ങളും ആണവ മാലിന്യങ്ങളുടെ പിടിയിലാകും. ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ലക്ഷക്കണക്കിന് ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കേണ്ടി വരും. ഒരു രാജ്യത്തെ ഒന്നാകെ സമ്മർദ്ദത്തിലാക്കാൻ പോകുന്ന ഒരു സൂപ്പർ പവർ തന്നെയാണ് ഡർട്ടി ബോംബ്. ഇതുവരെ ഒരു ഡർട്ടി ബോംബും യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇറാൻ ഇത് നിർമ്മിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് അമേരിക്കയെ ഇപ്പോൾ വട്ടം കറക്കുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഡർട്ടി ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനുണ്ട്. ഏകദേശം 460 കിലോയോളം 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലുണ്ട്. ഇത് ഡർട്ടി ബോംബിന് ആവശ്യമായതിലും അധികമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എപ്പോഴും ഒരു ത്രില്ലർ പോലെയാണ്. ഓരോ ദിവസവും പുതിയ കഥകളാണ് വരുന്നത്. എന്തായാലും ഈ ഡർട്ടി ബോംബ് ഭീഷണി വെറുമൊരു മുന്നറിയിപ്പ് മാത്രമാണോ, അതോ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ യുദ്ധതന്ത്രത്തിന്റെ തുടക്കമാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് 5 ദിവസമെന്നാണ് ഇത്തരത്തിൽ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് പിന്നാലെ ഇതൊന്നും നോക്കാതെ ഇസ്രയേലും ഇറാനെതിരെ പട നയിക്കുകയാണ്. ഇറാന്റെ പല ഭാഗങ്ങളിലും ഇസ്രയേൽ മിസൈൽ പതിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ യുദ്ധം 5 ദിവസത്തേക്ക് അവസാനിപ്പിക്കുവാണെന്ന് പറഞ്ഞതിനു പിന്നാലെയാണ് ഇറാൻ തിരിച്ചടിച്ചത്. അതിനു പിന്നാലെ ഇസ്രയേലും തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു.